ഹലോ എവ്രിവൺ, മെക്കാനിക് ഡീസലിന്റെ ഈ മൊഡ്യൂളിലേക്ക് സ്വാഗതം. കഴിഞ്ഞ സെഷനിൽ ഓൾട്ടർനേറ്റർ നീക്കം ചെയ്യാനും അത് പൊളിച്ചു മാറ്റാനും വൃത്തിയാക്കാനും സ്റ്റേറ്ററിൽ ഒരു ഓപ്പൺ സർക്യൂട്ട് പരിശോധിക്കാനും നമ്മൾ പഠിച്ചു. തുടർച്ചയായി ഡയോഡുകൾ എങ്ങനെ പരീക്ഷിക്കാമെന്നും സ്ലിപ്പ് വളയങ്ങൾ പരിശോധിക്കാമെന്നും വാഹനങ്ങളിൽ ഓൾട്ടർനേറ്റർ ഘടിപ്പിക്കാമെന്നും നമ്മൾ പഠിക്കാൻ പോകുന്നു. ഇതിനായി ആവശ്യമായ ഉപകരണങ്ങൾ, എക്യുപ്മെന്റ്, മെറ്റീരിയലുകൾ എന്നിവ നമുക്ക് ശേഖരിക്കാം. ട്രെയിനുകളുടെ ടൂൾസ് കിറ്റ് 1, സോക്കറ്റ് സ്പാനർ സെറ്റ് 1, 12 വോൾട്ട് ലെഡ് ആസിഡ് ബാറ്ററി 1, ഡീസൽ എഞ്ചിൻ 1, മൾട്ടിമീറ്റർ 1, മണ്ണെണ്ണ ആവശ്യത്തിന്, എമറി പേപ്പർ ആവശ്യാനുസരണം, ബനിയൻ തുണി ആവശ്യത്തിന്, ഗ്രീസ് ആവശ്യാനുസരണം, ഡയോഡുകൾ ആവശ്യാനുസരണം, ടെസ്റ്റ് വെൽഡിംഗ് കേബിളുകൾ ആവശ്യാനുസരണം. ഡയോഡുകൾ പരിശോധിക്കുന്നു. 12 വോൾട്ട് ബാറ്ററിയും 12 വോൾട്ട് 15 വാട്ട് ബൾബും ഡയോഡുമായി ബന്ധിപ്പിച്ച് ഓരോ ഡയോഡും പ്രത്യേകം പരിശോധിക്കുക. ഒരു ടെസ്റ്റ് ലീഡ് ഡയോഡ് ബന്ധിപ്പിക്കുന്ന പിന്നിലേക്കും മറ്റൊന്ന് ഹീറ്റ് സിങ്കിലേക്കും ബന്ധിപ്പിക്കുക. ലാമ്പ് തിളങ്ങുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. തുടർന്ന് ടെസ്റ്റ് ലീഡ് കണക്ഷനുകൾ റിവേഴ്സ് ചെയ്യുക. ടെസ്റ്റ് കണക്ഷന്റെ ഒരു ദിശയിൽ മാത്രം ലാമ്പ് തിളങ്ങണം. ആവശ്യമെങ്കിൽ ഡയോഡ് മാറ്റിസ്ഥാപിക്കുക. സ്ലിപ്പ് വളയങ്ങൾ പരിശോധിക്കുക. ഒരു ലാത്തിലും ഒരു ഡയൽ ടെസ്റ്റ് ഇൻഡിക്കേറ്ററിലും സ്ലിപ്പ് വളയങ്ങളുടെ വിശ്വസ്തത പരിശോധിക്കുക. സ്ലിപ്പ് വളയങ്ങളുടെ ഉപരിതലം പൊള്ളലോ അഴുക്കോ പരിശോധിക്കുക. ആവശ്യമെങ്കിൽ സ്ലിപ്പ് വളയങ്ങൾ മാറ്റിസ്ഥാപിക്കുക. അസംബിൾ ചെയ്യുമ്പോൾ എഴുതിയ റഫറൻസ് ലൈനുകൾ വിന്യാസത്തിലാണെന്ന് ഉറപ്പാക്കുക. ഡ്രൈവ് ആൻഡ് ബ്രാക്കറ്റിലേക്ക് ഡ്രൈവും ബെയറിംഗും ഉപയോഗിച്ച് റോട്ടർ അസംബ്ലി കൂട്ടിച്ചേർക്കുക. സ്ക്രൂകൾ ഉപയോഗിച്ച് ബെയറിംഗ് റീറ്റെയിനർ ശരിയാക്കുക. റോട്ടർ ഷാഫ്റ്റിൽ സ്പേസർ, വുഡ്റഫ് കീ, ഫാൻ, പുള്ളി എന്നിവ കൂട്ടിച്ചേർക്കുക. സ്ലിപ്പ് റിംഗ് ആൻഡ് ബ്രാക്കറ്റിൽ റെക്ടിഫയർ അസംബ്ലി സ്ഥാപിക്കുക. സ്ക്രൂകൾ ശരിയാക്കുക. സ്ലിപ്പ് റിംഗ് ആൻഡ് ബ്രാക്കറ്റ് വയ്ക്കുക. ഫിക്സിംഗ് ബോൾട്ട് ഓർ സ്റ്റഡ് ശരിയാക്കുക. സ്റ്റേറ്റർ വൈൻഡിംഗ് കേബിൾ റെക്ടിഫയറുകളിലേക്ക് സോൾഡർ ചെയ്യുക. ഡ്രൈവ് ആൻഡ് ബ്രാക്കറ്റിലേക്ക് സ്റ്റേറ്റർ അസംബ്ലി കൂട്ടിച്ചേർക്കുക. സ്ലിപ്പ് റിംഗ് ആൻഡ് ബ്രാക്കറ്റിൽ ബ്രഷ് ബോക്സ് സ്ഥാപിച്ച് സ്ക്രൂകൾ ശരിയാക്കുക.
കവർ സ്ഥാപിച്ച് കവർ സെക്യൂരിംഗ് സ്റ്റഡുകളും വാഷറും ശരിയാക്കി നട്ട്സ് ശരിക്കും ദൃഢമാക്കുക. Testing the alternator. ആമീറ്റർ ശ്രേണിയിൽ ബന്ധിപ്പിക്കുക. ഓൾട്ടർനേറ്റർ ടെർമിനലിനും എർത്തിനും സമാന്തരമായി വോൾട്ട് മീറ്റർ ബന്ധിപ്പിക്കുക. ഓൾട്ടർനേറ്ററിലെ ഫീൽഡ് ഔട്ട്പുട്ട് ടെർമിനലിനുടനീളം ഒരു വയർ ബന്ധിപ്പിക്കുക. ബാറ്ററി കേബിൾ ബന്ധിപ്പിച്ച് സ്റ്റാർട്ടർ സ്വിച്ച് ഇടുക. ആമീറ്റർ റീഡിംഗ് ശ്രദ്ധിക്കുക. ബാറ്ററിയിൽ നിന്ന് വലിച്ചെടുക്കുന്ന ഫീൽഡ് കറണ്ടിൽ ആമീറ്റർ റീഡിംഗ് ഏകദേശം 2 ആമീറ്റർ ആയിരിക്കണം. റെഗുലേറ്ററിൽ നിന്ന് എഫ്-ലെഡ് വിച്ഛേദിക്കുകയും ആകസ്മികമായ എർത്തിംഗ് ഒഴിവാക്കാൻ വയർ എൻഡ് ഇൻസുലേറ്റ് ചെയ്യുകയും വേണം. വോൾട്ട് മീറ്റർ റീഡിംഗ് ഏകദേശം 14.2 വോൾട്ട് ആയിരിക്കണം. ആമീറ്റർ റീഡിംഗും പരമാവധി ആയിരിക്കണം. വോൾട്ട് മീറ്ററിന്റെയും അമ്മീറ്ററിന്റെയും റീഡിംഗ് കുറവാണെങ്കിൽ റെഗുലേറ്റർ മാറ്റി സ്ഥാപിക്കുക. വാഹനത്തിലേക്ക് ഓൾട്ടർനേറ്റർ വീണ്ടും ഘടിപ്പിക്കുക. ബോൾട്ടുകളും നട്ടുകളും ഉപയോഗിച്ച് ഓൾട്ടർനേറ്റർ അതിന്റെ ബ്രാക്കറ്റിൽ സ്ഥാപിച്ച് സുരക്ഷിതമാക്കുക. നിങ്ങൾ നേരത്തെ വിച്ഛേദിച്ച ഓൾട്ടർനേറ്ററിന്റെ എല്ലാ വയറുകളും ബന്ധിപ്പിക്കുക. ബാറ്ററി കേബിളുകൾ സർക്യൂട്ടിലേക്ക് ബന്ധിപ്പിക്കുക. ഫാൻ ബെൽറ്റ് അമിതമായി വലിച്ചോ കേടായ അവസ്ഥയോ പരിശോധിക്കുക. ബാറ്ററി കേബിളുകളുടെ എല്ലാ അറ്റങ്ങളും വൃത്തിയുള്ളതാണോ എന്ന് പരിശോധിക്കുക. വോൾട്ട് മീറ്ററും ആമീറ്ററും കുറവാണെങ്കിൽ റെഗുലേറ്റർ മാറ്റി സ്ഥാപിക്കേണ്ടതുണ്ട്. ഫാൻ ബെൽറ്റ് ടെൻഷൻ ക്രമീകരിക്കുക. ശരിയായ പിരിമുറുക്കത്തിനായി ഫാൻ ബെൽറ്റ് പരിശോധിക്കുക. ഫാൻ ബെൽറ്റ് ടെൻഷൻ കുറവോ ഉയർന്നതോ ആണെങ്കിൽ ഓൾട്ടർനേറ്റർ ഉചിതമായ വശത്തേക്ക് നീക്കം ചെയ്തുകൊണ്ട് ക്രമീകരിക്കുക. ഓൾട്ടർനേറ്ററിന്റെ പൊതുവായ അറ്റകുറ്റപ്പണി. ഓൾട്ടർനേറ്റർ ഇടയ്ക്കിടെ വൃത്തിയാക്കുക. ഇറുകിയതിനായി മൗണ്ടിംഗ് ബോൾട്ടുകൾ പരിശോധിക്കുക. റെക്കമെൻഡ് ചെയ്യുന്ന മൂല്യത്തിനായി ഫാൻ ബെൽറ്റിന്റെ അവസ്ഥയും ടെൻഷനും പരിശോധിക്കുക. ബാറ്ററി ഇലക്ട്രോലൈറ്റിന്റെ ആപേക്ഷിക സാന്ദ്രത പരിശോധിക്കുക. ബാറ്ററി ടെർമിനലുകൾ ഇറുകിയതയ്ക്കും വൃത്തിക്കും വേണ്ടി പരിശോധിക്കുക. വർഷത്തിലൊരിക്കൽ അല്ലെങ്കിൽ ഓരോ 1000 മണിക്കൂറിലും ബ്രഷ് പരിശോധിക്കുക. ആവശ്യമെങ്കിൽ അത് മാറ്റി സ്ഥാപിക്കുക. 2 വർഷത്തിലൊരിക്കൽ ബെയറിങ്ങുകൾ പരിശോധിക്കുകയും പഴകിയാൽ പുതുക്കുകയും ചെയ്യുക. സ്ലിപ്പ് വളയങ്ങൾ വൃത്തിയാക്കാൻ നല്ല എമറി പേപ്പർ ഉപയോഗിക്കുക. ഈ വീഡിയോയിൽ എങ്ങനെ ഡയോഡുകൾ പരിശോധിക്കാം, സ്ലിപ്പ് വളയങ്ങൾ പരിശോധിക്കുക, വാഹനത്തിൽ ഓൾട്ടർനേറ്റർ ഘടിപ്പിക്കുക എന്നിവയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ ആശയങ്ങൾ വരാനിരിക്കുന്ന സെഷനുകളിൽ വിപുലമായ വിഷയങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ അറിവിന്റെ അടിത്തറയായി വരും. നിങ്ങളുടെ ക്ഷമയ്ക്കും പങ്കാളിത്തത്തിനും നന്ദി. അടുത്ത സെഷനിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.